നമസ്കാരം. ഉണർന്നു പ്രവർത്തിക്കാൻ ആകുന്നില്ല എന്നുള്ളതാണ് പ്രായഭേദമന്യേ മിക്കരുടെയും തന്നെ പരാതി. സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ശ്രദ്ധക്കുറവും മറവിയും കുഞ്ഞുങ്ങളെ പോലും പിടികൂടിയിട്ടുണ്ട്. ഇത് മുതിർന്ന ആൾക്കാർക്ക് മാത്രമല്ലതല്ല ഈ കാലത്ത്. അതുപോലെ ബ്രെയിൻ ഫോഗും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ലായ്മയും ഇന്ന് വളരെയധികം ഒരു രോഗം പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മറവിയും മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ മറവി എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്താതിരിക്കാനും കുഞ്ഞുങ്ങളിലൊക്കെ ബുദ്ധിശക്തി, ഗ്രഹണശക്തി, മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് സഹായിക്കുന്ന 3 രസായന കൂട്ടുകൾ നമുക്ക് ആയുർവേദത്തിൽ എങ്ങനെ ഏത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടെയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭക്ഷണമാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്നാമത്തേത് സ്വാരസദാരിഷ്ടമാണ്. സ്വാരസദാരിഷ്ടത്തിൽ സ്വർണം ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഓർമ്മശക്തി, ധാരണാശക്തി, ബുദ്ധിശക്തി, വാക്ചാതുര്യം പോലുള്ള കാര്യങ്ങൾ, മാനസികാരോഗ്യം കൂട്ടാനായാലും ഒക്കെ തന്നെ സാരസ്വതാരിഷ്ടത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അപസ്മാരം, ഉന്മാദം, ആകുലത, ചിന്ത, ഭയം, അതുപോലെ ഉറക്കക്കുറവ് ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. മെന്റൽ സ്റ്റെബിലിറ്റി വളരെ നല്ലതാണ് കേട്ടോ. രണ്ടാമത്തേത് ബ്രഹ്മീഘൃതമാണ്. ഈ ബ്രഹ്മീഘൃതത്തിന് തന്നെ വലിയ പഥ്യങ്ങളൊന്നും പറയാത്ത ഒരു ഘൃതമാണ്. ഇത് നമുക്ക് വെറും വയറിൽ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ ഉപയോഗിക്കാം. അതിന് കൂടെ തന്നെ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ കൂടെ കുടിക്കുന്നത് നല്ലതാണ്. ഇതും തന്നെ നമ്മുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ധാരണാശക്തി ഇതെല്ലാം കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതിന് കൂടെ തന്നെ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിക്കും തന്നെ സഹായിക്കുന്നുണ്ട്. ബ്രഹ്മി, മണ്ഡൂകപർണി, ശംഖപുഷ്പി എന്നുള്ളവയൊക്കെ തന്നെ നമുക്ക് നെയ്യിൽ കാച്ചിയെടുക്കുന്നതാണ്. അതിനുശേഷം കൽക്കമായിട്ടും തന്നെ ഇതിലേക്ക് കടുക്, വയമ്പ്, വെള്ളക്കൊട്ടം, തിപ്പലി, നറുനീണ്ടി, ഇന്ദുപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഘൃതം തയ്യാറാക്കി എടുക്കുന്നത്. മൂന്നാമത്തേത് ബ്രഹ്മരസായനമാണ്. 50ലേറെ ആയുർവേദ മരുന്നുകൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണ് ബ്രഹ്മരസായനം എന്നുള്ളത്. ഇതുപോലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ തന്നെ ഏറെ ഗുണകരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും ജോലിയിലൊക്കെ നമുക്ക് അത്തരം ആവശ്യങ്ങൾ വരാറുണ്ടല്ലോ. ആ സമയത്തൊക്കെ പഠിച്ചത് ഓർത്തെടുക്കാനും പോയിന്റ് വൈസ് ആയിട്ട് നമുക്കത് പ്രസൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസും ഓർമ്മശക്തിയും ഒക്കെ കൂട്ടാൻ അതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലുള്ള മരുന്നുകൾ കഴിച്ച് പോകുന്ന ഒരു സിസ്റ്റമൊക്കെ തന്നെയുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിത് ശീലിക്കാവുന്ന കാര്യമാണ്. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ പോഷകാഹാരം ആവശ്യമാണ്. വാൽനട്ട്, ബദാം, ചിയ വിത്ത്, ഫ്ലാക്സീഡ് വിത്ത്, മത്തൻ വിത്ത് ഇതൊക്കെ വൈറ്റമിൻ ഇ, മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകൾ, സിങ്ക്, മാഗ്നീഷ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബെറികളും, അതുപോലെ അവൊക്കാഡോ, ഡാർക്ക് ചോക്ലേറ്റ്, തവിടുള്ള അരി, ഗോതമ്പ്, ഓട്സ് ഇവയെല്ലാം ഊർജ്ജം നൽകുന്ന ഭക്ഷണമാണ്. അതുപോലെ പ്രോബയോട്ടിക്കുകളായിട്ടുള്ള തൈര്, ബട്ടർ മിൽക്ക് ഇവയൊക്കെ കഴിക്കാവുന്ന